കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ എന്റർപ്രനേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായും നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ റൈറ്റ് ഓഫ് പേ പ്രകാരം ISPക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ MSO വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾക്ക് ലഭിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒരു ഇതര അജണ്ട കൂടി എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. നിങ്ങളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സുരേഷ് പറഞ്ഞ ചുരുങ്ങിയ ചെലവിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മേയം MK വർഗീസ് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. KOTTയുടെ കൊമേഴ്ഷ്യൽ ലോഞ്ച് തൃശൂർ MLA P ബാലചന്ദ്രൻ നിർവഹിച്ചു. ISAF ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ്, KCCL ആൻഡ് KVL മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ആൻഡ് KVBL മെമ്പർ പത്മകുമാർ N, അരിസ്റ്റൻ നെറ്റ്വർക്ക് ടീം ലീഡ് ആൻഡ് സിസ്റ്റം എഞ്ചിനീയർ മനോഹർ ജ, ജൂനിപ്പർ നെറ്റ്വർക്ക് സൊല്യൂഷൻ ആർക്കിടെക്ട് വിനോദ് ഭാസ്കർ, TCCL ചെയർമാൻ ഷക്കീലൻ, CADCO പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD അബൂബക്കർ സിദ്ദീഖ്, ഇൻഫോ മീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി, COA സ്റ്റേറ്റ് ട്രഷറർ ബിനു ശിവദാസ് എന്നിവർ സംസാരിച്ചു. ഒരു കാര്യം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം നമുക്കറിയാം. കേബിൾ TV 1990-കളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ഏതാണ്ട് 30-35 വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ, നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ, നമ്മുടെ സങ്കല്പങ്ങളുടെ, നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൗത്യം കേരളത്തിലെ മാധ്യമരംഗത്ത്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് അസാമാന്യമായ, അസാധാരണമായ ഒരു എന്റർപ്രണർ മോഡൽ സൃഷ്ടിക്കുക എന്നുള്ളതായി. കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് അത്തരം എന്റർപ്രണർ മോഡലിനെ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതായിരുന്നു ഈ സംഘടനയുടെ തുടക്കത്തിലുള്ള ദൗത്യം. അത് വളരെ കൃത്യമായി വിനിയോഗിക്കാൻ, നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേരള വിഷന്റെ ഇന്നത്തെ ഈ കൺവെൻഷൻ വരെയുള്ള. ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5-ന് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ വർഷം 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് 2000-ലധികം കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. പ്രാദേശിക ക്ലസ്റ്റർ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും ഉൾപ്പെടെ 100 കണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് COA എന്ന അസോസിയേഷനാണ്. രാജ്യത്തെ കേബിൾ TV വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമാണ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ BSNL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരള വിഷന് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം രാവിലെ 10:30-ന് ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ നിർവഹിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ തൃശൂർ MLA ശ്രീ P ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും.
സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഇസാഫ് ബാങ്കിന്റെ MD ശ്രീ പോൾ തോമസ് സംസാരിക്കും. കേരള വിഷൻ, ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും.